പാകിസ്ഥാനിലെ യഥാർത്ഥ അധികാര കേന്ദ്രം ആരാണ്? ഒരൊറ്റ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ലോക ശ്രദ്ധ വീണ്ടും ആ ചോദ്യത്തിലേക്ക് തിരിച്ചുവിടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള സമാധാന നീക്കങ്ങൾക്കും എബ്രഹാം ഉടമ്പടി വിപുലീകരണവുമായി ലോക നേതാക്കളുമായി നടത്തിയ ചർച്ചയെക്കുറിച്ച് ട്രംപ് തന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച ദീർഘകാല കുറിപ്പിലാണ് ഇപ്പോൾ ഈ ഒരു വലിയ രാഷ്ട്രീയ ചർച്ച വഴിവെച്ചിരിക്കുന്നത്. ആ പോസ്റ്റിൽ വിവിധ രാജ്യങ്ങളിലെ നേതാക്കളെ പരാമർശിച്ച ട്രംപ് ആകട്ടെ പാകിസ്ഥാന്റെ കാര്യത്തിൽ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ പേര് പൂർണ്ണമായും ഒഴിവാക്കുകയും പകരം പാകിസ്ഥാൻ സൈനിക മേധാവിയായ ജനറൽ അസീം മുനീറിന്റെ പേര് മാത്രം പരാമർശിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഇതോടെ പാകിസ്ഥാനിൽ യഥാർത്ഥ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോ അതോ സൈന്യത്തിനോ എന്ന പഴയ രാഷ്ട്രീയ ചർച്ച വീണ്ടും ശക്തമായി തന്നെ ഉയരുകയാണ്. ട്രംപ് പങ്കുവച്ച പോസ്റ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച ലോക നേതാക്കളുടെ പട്ടിക വിശദമായി തന്നെ നൽകിയിരുന്നു. എന്നാൽ ഇസ്ലാമാബാദിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയല്ല സൈനിക മേധാവിയെയാണ് അദ്ദേഹം നേരിട്ട് പരാമർശിച്ചിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇത് വെറും ഒരു നയതന്ത്ര പിഴവാണോ എന്ന ചോദ്യമടക്കം ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ പാകിസ്ഥാനിലെ യഥാർത്ഥ അധികാര ഘടനയെക്കുറിച്ചുള്ള അമേരിക്കയുടെ പരോക്ഷമായ സന്ദേശമാണോ ഇതെന്നും ചോദ്യങ്ങൾ ഉയരുന്നു. മാത്രമല്ല അന്താരാഷ്ട്ര രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ രീതിയിൽ ഇത് വിശകലനത്തിന് പോലും ഒരു വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ സൈന്യത്തിന്റെ സ്വാധീനം ഏറെ കാലമായി തന്നെ ആഗോള ചർച്ചയായിരുന്നുവെന്നും ട്രംപിന്റെ ഈ പരാമർശം അതിന് പുതിയ ഇന്ധനം പകരുന്നതായി തന്നെ കണക്കാക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശ നയം, സുരക്ഷ, ഇന്ത്യയുമായുള്ള ബന്ധം, അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ എന്നിവയിൽ പാക് സൈന്യത്തിനാണ് നിർണായക സ്വാധീനം എന്ന വിലയിരുത്തലാണ് നേരത്തെയും തന്നെ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ പോസ്റ്റിന് പിന്നാലെ തന്നെ പാകിസ്ഥാനിലെ പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും വിഷയത്തെ വലിയ രാഷ്ട്രീയ വിവാദമാക്കി തന്നെ മാറ്റിയിരിക്കുകയാണ്. രാജ്യം നിയന്ത്രിക്കുന്നത് പ്രധാനമന്ത്രിയോ സൈന്യമോ എന്ന ചോദ്യമാണ് ഇതിലൂടെ വീണ്ടും വൈറലായി മാറുന്നത്. അതേസമയം ട്രംപിന്റെ പരാമർശത്തെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം പാകിസ്ഥാൻ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. മധ്യപൂർവേഷ്യയിലെ പുതിയ നയതന്ത്ര നീക്കങ്ങൾക്കും എബ്രഹാം ഉടമ്പടി വിപുലീകരണ ശ്രമങ്ങൾക്കും ഈയിടയിലാണ് ഈ പുതിയ രാഷ്ട്രീയ വിവാദം ശ്രദ്ധ നേടുന്നത്. തന്റെ മുൻ ഭരണകാലത്ത് മുൻകൈയെടുത്ത് രൂപീകരിച്ചതും ഇസ്രായേലിനെ ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കുന്നതുമായ എബ്രഹാം ഉടമ്പടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊരു ചട്ടക്കൂട്ടിലേക്ക് കൂടുതൽ മുസ്ലിം രാജ്യങ്ങളെ കൊണ്ടുവരാൻ ട്രംപ് നടത്തുന്ന ശക്തമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പരാമർശം പുറത്തു വന്നിട്ടിരിക്കുന്നത്. ഇറാനുമായി പുരോഗമിക്കുന്ന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ മേഖലയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വലിയ മാറ്റങ്ങളുടെ പങ്കാളികളാകാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത്, തുർക്കി എന്നിവർക്കൊപ്പം തന്നെ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന കക്ഷികളുടെ കൂട്ടത്തിൽ പാകിസ്ഥാൻ വരുന്നത് ഇസ്ലാമാബാദിനെ സംബന്ധിച്ചിടത്തോളം അതീവ അപകടകരമായ ഒന്നാണ്. UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തന്നെ പാകിസ്ഥാൻ ഇതുവരെ ഇസ്രായേലിനെ ഒരു രാജ്യമായി തന്നെ അംഗീകരിച്ചിട്ടില്ല. സ്വതന്ത്രമായ പാലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പാകിസ്ഥാൻ തങ്ങളുടെ നയതന്ത്ര നിലപാടുകൾ ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.